ബ്രിട്ടൻ്റെ സ്വർണ്ണ നിക്ഷേപം 310 ടൺ ആണെന്ന് കണക്കാക്കുന്നു. എന്നാൽ ബ്രിട്ടനിലുള്ള സ്വർണത്തേക്കാൾ കൂടുതൽ സ്വർണ്ണ നിക്ഷേപം നമ്മുടെ നാട്ടിലെ ചില ധനകാര്യ സ്ഥാപനങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നാണ് കണക്കാക്കുന്നത്. ന്യൂ ഇന്ത്യ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് സംസ്ഥാനത്തെ മുൻകിറ ധനകാര്യ സ്വർണ്ണ പണയം വായ്പ കൊടുക്കുന്ന സ്ഥാപനങ്ങളിൽ ചില സ്ഥാപനങ്ങളിൽ മുത്തൂറ്റ് ഫൈനാൻസ്, മുത്തൂറ്റ് ഫിൻകോർപ്പ്, കൊശമറ്റം, മണപ്പുറം ഫിനാൻസ്, അങ്ങനെ നമ്മുടെ നാട്ടിലെ പൊതു സ്വർണ്ണ നിക്ഷേപം സ്വീകരിച്ച് പണം കൊടുക്കുന്ന സ്ഥാപനങ്ങളുടെ കൈകളിൽ മൊത്തത്തിൽ 381 ടൺ സ്വർണ്ണ നിക്ഷേപമുണ്ട് എന്നാണ് കണക്കാക്കുന്നത്. അതായത് കേരളത്തിലെ മൊത്തം ജനങ്ങളുടെ കൈകളിലുള്ള സ്വർണവും ബാങ്കിലുള്ള നിക്ഷേപവും ഇവിടുത്തെ സ്വർണ്ണക്കടകളുടെ കൈവശമുള്ള നിക്ഷേപവും എല്ലാം കണക്കിലാക്കിയാൽ ഒരു 6-7 ലോകത്തെ പ്രമുഖരായ 6-7 രാജ്യങ്ങളുടെ കയ്യിലുള്ള സ്വർണ്ണ നിക്ഷേപത്തേക്കാൾ കൂടുതൽ, അതിൻ്റെയൊക്കെ 10 മടങ്ങ് വരുമെന്നാണ് കണക്കാക്കുന്നത്. ഈ നമ്മുടെ നാട്ടിൽ മലയാളികളുടെ സ്വർണത്തിൻ്റെ വില കൂടിയിട്ടും നിക്ഷേപം അല്ലെങ്കിൽ സ്വർണം വാങ്ങി കൂട്ടാനുള്ള താല്പര്യത്തിൽ യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ വിവാഹം ഒക്കെ വരുമ്പോൾ സ്വർണത്തിന് വില കൂടി എന്ന് കരുതി സ്വർണം വാങ്ങാതെ ഇരിക്കാൻ ആരും തയ്യാറാവില്ല. അളവ് കുറച്ചെങ്കിലും വലിയ തോതിൽ വാങ്ങിക്കൂട്ടാൻ ആളുകൾക്ക് ഇപ്പോഴും താല്പര്യം തന്നെയാണ്. ഇല്ലാത്ത പൈസ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് വന്ന് വലിയ തോതിൽ സ്വർണം വാങ്ങി പെണ്ണിനെ അണിയിച്ച് കതിർ മണ്ഡപത്തിലേക്ക് കൊണ്ടുപോകുക എന്നത് മലയാളിയുടെ ഒരു ശീലമായി തന്നെ കഴിഞ്ഞിരിക്കുന്നു. എന്തു തന്നെയാലും ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇത് എത്ര വില കൊടുത്താണെങ്കിലും മലയാളി വാങ്ങും. മലയാളിയുടെ സ്വർണ്ണഭ്രമം അത്ര വലുതാണ്. നമ്മുടെ നാട്ടിലെ സ്വർണ്ണ നിക്ഷേപം മൊത്തം എടുത്താൽ പല രാജ്യങ്ങളിലുള്ളതിനേക്കാൾ കൂടുതൽ സ്വർണ്ണ നിക്ഷേപം നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ ഏറെ അത്ഭുതം തോന്നുന്നൊരു കാര്യമാണ്.